ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു എഡിറ്റർ ആണെങ്കിൽ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന എന്തെങ്കിലും ട്രിക്കോ കാര്യങ്ങളോ നിങ്ങൾ എഡിറ്റിംഗ് ലൈഫ് സിമ്പിളാക്കാൻ നിങ്ങൾ എന്തായാലും സഹായിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഇമേജ് കണ്ടോ, ഇത് നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത പുതിയ പ്ലെയറുടെ ഇമേജാണ്. അപ്പോൾ ഈ ഒരു പ്ലെയറുടെ വേറെ ടീമിലൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഇമേജസ് നെറ്റിൽ അവൈലബിൾ ആണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിലുള്ള ഇമേജസും കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ എഡിറ്റിംഗ് നമുക്കൊരു ഈ ഒരു വ്യക്തിയുടെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമുക്ക് പിക്ചേഴ്സ് നമ്മളെ ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിലുള്ള പിക്ചേഴ്സ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലെയറിനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിലുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്കിതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നേരെ ഇൻസ്റ്റഗ്രാം എടുത്തിട്ട് ഈ ഒരു പ്ലെയറുടെ അക്കൗണ്ട് എടുക്കുക. എന്നിട്ട് അയാളുടെ കറക്റ്റ് ഫേസ് കാണുന്ന 2-3 ഇമേജസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലേക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കൗണ്ട് എടുക്കുക. എന്നിട്ട് ഈ ഒരു പ്ലെയറുടെ ബോഡിയായിട്ട് ഏകദേശം കണക്റ്റ് ആവുന്ന റിലേറ്റഡ് ആവുന്ന ഒരു ബോഡിയുള്ള ഒരു പ്ലെയറിനെ കണ്ടുപിടിക്കുക. ഞാനത് നോക്കിയ സമയത്ത് ദിമിയുടെ ബോഡി സ്ട്രക്ചറും ഇയാളുടെ ബോഡി സ്ട്രക്ചറും ഏകദേശം കണക്റ്റാണ്. അപ്പോൾ നമ്മൾ ദിമിയുടെ നല്ല ഫേസൊക്കെ കാണുന്ന 2-3 ഇമേജസ് നമ്മൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഗാലറിയിലേക്ക് വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ ക്രോമിൽ പോയിട്ട് ഈ കാണുന്ന ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ എടുത്ത് വെക്കുക, ലോഗിൻ ചെയ്യുക. ഓക്കെ, വെബ്സൈറ്റിൻ്റെ പേര് നിങ്ങൾക്ക് മേലെ കാണാൻ പറ്റും. ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് വേറെ ടൈമിലും ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വേറെ ടൈമിലാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയായിട്ട് 2 കോളംസ് കാണാൻ പറ്റും. ഫസ്റ്റ് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള കോളം, സെക്കൻഡ് ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള കോളം. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് നമുക്ക് ദിമിത്രിയോസിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിലുള്ള ഈ ഒരു ഇമേജാണ് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അത് ഞാൻ ആദ്യം പറയാൻ വിട്ടു. നമ്മൾ റിലേറ്റഡ് ആവുന്ന ദിമിത്രിയോസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിലുള്ള ഇമേജ് ആട്ടോ നമ്മൾ ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജസ് അവിടെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ഇനി രണ്ടാമത്തെ നമുക്ക് ഫേസ് സ്വൈപ്പ് ചെയ്യേണ്ട ഇമേജ്, ഈ ഒരു പ്ലെയറുടെ ഇമേജ് നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഡൗണിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനോ ആയിരിക്കും, അല്ലെങ്കിൽ ഓക്കെ ഒരു അപ്ലോഡ് എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കാണിക്കും. ഞാനിപ്പോൾ കറക്റ്റ് കാണുന്നില്ല കേട്ടോ. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫേസ് മാറിയിട്ടുള്ള ഇമേജ് ജനറേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. നമുക്ക് HD ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്താൽ മതി. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇമേജ് HD ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഒരു പ്ലെയറിൻ്റെ ഫേസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിലുള്ള കറക്റ്റായിട്ട് നിങ്ങൾക്ക് വന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പല സാഹചര്യത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ട്രിക്കാണ്. നിങ്ങൾക്ക് പല പോസ്റ്റേഴ്സ് ആയാലും ഫണ്ണി ഇമേജസ് ആയാലും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വെബ്സൈറ്റാണ്. നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ എഡിറ്റിങ് യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ ഉണ്ടായിരിക്കും കേട്ടോ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കെന്തായാലും ഇത്തരത്തിലുള്ള സാഹചര്യം വരുമ്പോൾ ബെനിഫിറ്റായിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തരാൻ തോന്നി. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പരിഗണിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ സീ യു സൂൺ ഗായ്സ്.